അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അതിൻ്റെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡെമോക്രാറ്റുകൾ അവരുടെ നാഷണൽ കൺവെൻഷൻ ഷിക്കാഗോയിൽ പൂർത്തിയാക്കി വരുന്നു. അതിൽ കമലാ ഹാരിസിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രസംഗമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതേസമയം ട്രംപ് എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം പൂർത്തിവരിക്കുകയാണ്. ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന അഥവാ ചാഞ്ചാടുന്ന സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന ആ പ്രദേശങ്ങളിലാണ് അദ്ദേഹം കൂടുതലായി സമയം ചെലവഴിക്കുന്നത്. ഫണ്ട് കൂടുതൽ വിനിയോഗിക്കുന്നതും ആ പ്രദേശങ്ങളിലാണ്. ഇനി വരാനുള്ളത് സുപ്രധാനമായ സെപ്റ്റംബർ 10 പ്രസിഡൻറ്റ് ഡിബേറ്റാണ്. കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും നേരിട്ട് ഏറ്റുമുട്ടുന്ന ആദ്യത്തെ സംവാദമാണത്. ഇതിനു മുമ്പ് നടത്തിയത് ബൈഡനുമായിട്ടായിരുന്നല്ലോ. ഈ സംവാദം വളരെ നിർണായകമായി മാറുകയാണ്. രണ്ടുപേരെയും ഈ സംവാദത്തിൽ വെച്ചാണ് അമേരിക്കൻ ജനത അളക്കാൻ പോകുന്നത്. ആദ്യത്തെ സംവാദത്തിൽ ബൈഡൻ പരാജയപ്പെട്ടതോടുകൂടിയാണല്ലോ അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിഞ്ഞു മാറേണ്ടി വരുന്നത്. പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കുമ്പോൾ എല്ലാ ആയുധങ്ങളും എടുത്ത് ഇരു കൂട്ടരും പ്രയോഗിക്കുകയാണ്. അതിനകത്ത് വളരെ രസകരമായ ചില സംഭവങ്ങളും ഉരുത്തിരിയുന്നുണ്ട്. ഇന്ത്യൻ വംശജയായ ശ്യാമള ഗോപാലൻ്റെയും ജമൈക്കക്കാരൻ ഡൊണാൾഡ് ഹാരിസിൻ്റെയും മകളാണ് കമലാ ഹാരിസ്. മറ്റെല്ലാ ഇന്ത്യക്കാരെ പോലെയും ഇവിടെ കുടിയേറി വന്നവരാണവർ. ഇവിടെ വന്ന് വിദ്യാഭ്യാസം ചെയ്ത് നല്ല ജോലി സമ്പാദിച്ച് കാലിഫോർണിയയുടെ അറ്റോർണർ ജനറൽ വരെയായ അവർ പടിപടിയായി രാഷ്ട്രീയത്തിലും ഉയർന്നു. തുടർന്ന് ബൈഡൻ്റെ വൈസ് പ്രസിഡൻറ്റും വലംകൈയുമായി മാറി. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ആധിപത്യമുറപ്പിച്ച ചുരുക്കം ചില ഇന്ത്യൻ വംശജരിൽ ഒരാളായി അവർ പെട്ടെന്ന് മാറുകയും ചെയ്തു. പാവപ്പെട്ടവരുടെ ഇടയിലും കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിലും നീതി നിഷേധിക്കപ്പെട്ടവരുടെ ഇടയിലും അവർ നടത്തിയ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളാണ് അവരുടെ ശക്തി സ്രോതസ്. നമുക്ക് അനായാസം താരതമ്യം ചെയ്യാവുന്ന രണ്ട് നേതാക്കളാണ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും. രണ്ടുപേരും ശക്തരായ നേതാക്കളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശക്തരായ നേതാക്കളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ ഇത്. വംശീയതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് രണ്ടു കൂട്ടരും പ്രചാരണം നടത്തുന്നത്. മോദി നടത്തിയതിന് സമാനമായ പല പ്രസംഗങ്ങളും ട്രംപ് ഇവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കാരുടെ ഒരു ഹീറോയാണ് അദ്ദേഹം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ധാരാളം വിമർശനങ്ങളുമുണ്ട്. 34 കേസുകളിൽ അദ്ദേഹം പ്രതിയാണ് എന്നുള്ള കാര്യം ഇടയ്ക്കിടെ ഡെമോക്രാറ്റുകൾ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ചില സാമ്പത്തിക ക്രമക്കേടുകൾ, വഴിവിട്ട പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ട്രംപിൻ്റെ ചരിത്രത്തെ വേട്ടയാടുന്നതാണ്. ഇതൊക്കെയാണെങ്കിലും ട്രംപ് അമേരിക്കക്കാരുടെ ഒരു പ്രിയപ്പെട്ട നേതാവാണ് എന്നത് മറ്റൊരു കാര്യം. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അതിൻ്റെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡെമോക്രാറ്റുകൾ അവരുടെ നാഷണൽ കൺവെൻഷൻ ഷിക്കാഗോയിൽ പൂർത്തിയാക്കി വരുന്നു. അതിൽ കമലാ ഹാരിസിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രസംഗമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതേസമയം ട്രംപ് എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം പൂർത്തിവരിക്കുകയാണ്. ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന അഥവാ ചാഞ്ചാടുന്ന സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന ആ പ്രദേശങ്ങളിലാണ് അദ്ദേഹം കൂടുതലായി സമയം ചെലവഴിക്കുന്നത്. ഫണ്ട് കൂടുതൽ വിനിയോഗിക്കുന്നതും ആ പ്രദേശങ്ങളിലാണ്. ഇനി വരാനുള്ളത് സുപ്രധാനമായ സെപ്റ്റംബർ 10 പ്രസിഡൻറ്റ് ഡിബേറ്റാണ്. കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും നേരിട്ട് ഏറ്റുമുട്ടുന്ന ആദ്യത്തെ സംവാദമാണത്. ഇതിനു മുമ്പ് നടത്തിയത് ബൈഡനുമായിട്ടായിരുന്നല്ലോ. ഈ സംവാദം വളരെ നിർണായകമായി മാറുകയാണ്. രണ്ടുപേരെയും ഈ സംവാദത്തിൽ വെച്ചാണ് അമേരിക്കൻ ജനത അളക്കാൻ പോകുന്നത്. ആദ്യത്തെ സംവാദത്തിൽ ബൈഡൻ
പരാജയപ്പെട്ടതോടുകൂടിയാണല്ലോ അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിഞ്ഞു മാറേണ്ടി വരുന്നത്. പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കുമ്പോൾ എല്ലാ ആയുധങ്ങളും എടുത്ത് ഇരു കൂട്ടരും പ്രയോഗിക്കുകയാണ്. അതിനകത്ത് വളരെ രസകരമായ ചില സംഭവങ്ങളും ഉരുത്തിരിയുന്നുണ്ട്. യു തിങ്ക് യു ജസ്റ്റ് ഫെൽ ഔട്ട് ഓഫ് എ കോക്കനട്ട് ട്രീ? ഏതാനും നാളുകൾക്ക് മുമ്പ്, യഥാർത്ഥത്തിൽ അവർ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് കമലാ ഹാരിസ് പറഞ്ഞ ഈ വാചകം ഇപ്പോൾ അമേരിക്കയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. ഒരു പ്രസംഗ മധ്യേയാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. സ്പാനിഷ് വംശജർ ഉൾപ്പെടുന്ന ഹിസ്പാനിയൻ യുവതീ യുവാക്കളുടെ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയവയെക്കുറിച്ച് നടന്ന ഒരു ചർച്ചയായിരുന്നു അത്. അതിനിടയിലാണ് അവർ യുവതീ യുവാക്കളെ പരിഹസിച്ചുകൊണ്ട് ഈ കമൻ്റ് നടത്തിയത്. ഇപ്പോഴത്തെ യുവതീ യുവാക്കൾ തെങ്ങിൽ നിന്ന് വീണ തേങ്ങ പോലെ. അവർ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്കാണ് വീണത് എന്നൊന്നും മനസ്സിലാക്കാതെ സ്വന്തം ചുറ്റുപാടുകളെക്കുറിച്ചോ ചുറ്റുമുള്ളതിനെക്കുറിച്ചോ ബോധ്യങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് സൂചിപ്പിക്കാനായിരുന്നു അത്. അവരാരെയും കുറ്റപ്പെടുത്താനായിരുന്നില്ല. യുവതീ യുവാക്കളെ ഒന്നുണർത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്തായാലും കമലയുടെ ഈ കമൻറ്റും തുടർന്ന് അതിന് ശേഷം അവർ നടത്തുന്ന മനോഹരമായൊരു പൊട്ടിച്ചിരിയുണ്ട്, അതും കൂടെ ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അത് വലിയ പ്രചാരണമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് കമലാ ഹാരിസിൻ്റെ സാമൂഹിക അവബോധം ഉയർത്തിക്കാട്ടാനാണ് എന്നാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത്. അതായത് നമ്മളൊക്കെ ജീവിക്കുന്നത് വെറും ദ്വീപുകളിലല്ല, ഒറ്റപ്പെട്ട തുരുത്തുകളിലല്ല, മറിച്ച് നമ്മളെല്ലാം സാമൂഹിക ജീവികളാണ്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം വേണം, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെക്കുറിച്ചൊരു ബോധ്യം വേണം, ഈ ലോകത്തെക്കുറിച്ചൊരു ബോധ്യം വേണം. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ, അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിന് യുവതീ യുവാക്കൾ തയ്യാറാകണം എന്നാണ് കമലാ ഹാരിസ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. എന്തായാലും അമേരിക്കൻ ജനത ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. തമിഴ്നാട്ടുകാരിയായ ശ്യാമളയ്ക്ക്, കമലാ ഹാരിസിൻ്റെ അമ്മയ്ക്ക് വളരെ എളുപ്പത്തിൽ ബന്ധപ്പെടുത്താവുന്ന ഒരു ഉപമയാണല്ലോ തെങ്ങും തേങ്ങയും മറ്റും. നമ്മുടെയൊക്കെ കാർന്നോന്മാർ, അമ്മയും അപ്പനുമൊക്കെ നമ്മളോടും ഈ രീതിയിലുള്ള പല ഉപമകൾ നമ്മുടെ ചെറുപ്പത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് അമേരിക്കക്കാർ ഏറ്റെടുത്ത് ഇന്ന് ഒരു പ്രചാരണ ആയുധമാക്കി തന്നെ മാറ്റിയിരിക്കുന്നത്.